ഇപ്പോൾ ഈ വാട്സപ്പൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും നന്നായി. ഇപ്പോഴേ ഒരു കാര്യം വരെ 12:45 വിടില്ല. ശർക്കര പഞ്ചാരയൊക്കെ ഉള്ളൊരു ബാക്കിൽ കൂടെ പോയിട്ട് കഴിച്ചോളൂ, ഒരു വിരോധമില്ല, അവിടെ തരും. കാരണം ഇപ്പം തന്നെ ഈ 12:45 10 മിനിറ്റ് ഞാൻ വായ തുറക്കുമ്പോഴേക്ക് 10 മിനിറ്റ് ആവും. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ പേടിച്ചിട്ടില്ല, അതിൻ്റെ ഉള്ളിലൊരാളുണ്ടല്ലോ, മൂപ്പരെ പേടിക്കണമല്ലോ. ഒരു വണ്ടമ്പൊക്കെ വേഗം വേഗം അല്ലാതെ ഒന്ന് സ്പീഡ് കൂട്ടി പറയാം. പക്ഷെ എന്താണ് സ്പീഡ് കൂട്ടി പറഞ്ഞ ഒരു തൃപ്തിയാവില്ലേ, അതാണൊരു പ്രശ്നം. എന്തിനേ വന്നത് തോന്നും. നിങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല, നിങ്ങളൊക്കെ വളരെ മര്യാദക്കാരാണ്. പക്ഷെ ഞങ്ങൾക്ക് സ്വയം തോന്നുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം കാണുന്നത് എന്താ അറിയോ, ഇവിടെയൊക്കെ എല്ലാവരും തൃപ്തരാണ് തോന്നും. അല്ലേ, എത്രയോ സാരിയുള്ളൂ. ഞങ്ങളൊരു സ്ഥലത്ത് പോയപ്പോഴേ, എവിടെ പറയില്ല കേട്ടോ, ഞങ്ങളുടെ ബന്ധുക്കളുണ്ടോ, ഈ രുക്മിണി എടുക്കാൻ കുട്ടിയെ കിട്ടിയില്ല. എന്താ അത്ര കാരണം? ഒളിച്ചു കൊടുത്തത്. അത് കേട്ടണോ? അയ്യേ, രുക്മിണി എടുക്കുക, രുക്മിണി എടുത്ത് കൃഷ്ണനോട് ഒളിച്ചോടല്ലേ ചെയ്തതെന്ന്. അതുപോലെ ഇത് വെച്ചാൽ ഒളിച്ചോടുന്നിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, പോട്ടെ എന്നാൽ കുഴപ്പമില്ല. ഇത്ര എന്താ ഞങ്ങൾക്കൊരു കുറവും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ധാരണ കൊണ്ട് വെക്കാത്തല്ലോ വിചാരിക്കുക, അത്രയേ ഉള്ളൂ. പോട്ടെ, നല്ല നാടാവുകൊണ്ട് ഞാൻ അത് നല്ല നാടൊക്കെ തന്നെയാണ്. അവസാനം കുട്ടി ഇറക്കുമതി ചെയ്യേണ്ടി വരുമോ വിചാരിച്ചു. കമ്മിറ്റിക്കാർ 4 പുറം ഓടാൻ തുടങ്ങി. എൻ്റെ മകളൊക്കെ കോഴിക്കോട് പോയി, അവളൊക്കെ കമ്പി അടിച്ചു വരുമോ ചോദിച്ചിട്ട്. ആളെ കിട്ടണമല്ലോ, പരിപാടി നടക്കണമല്ലോ. പക്ഷെ അവസാനം ഒരു കുട്ടിയെ സമ്മതിച്ചു, അത് കിട്ടി. അവർ ചില നാട്ടിൽ ഓരോ തരത്തിലാണ് ചിന്ത ഉണ്ടാവുക, പറയാൻ പറ്റില്ല. പോട്ടെ, അത് വിടാം. അപ്പോൾ നമ്മൾ നിർത്തിയത് ബ്രഹ്മാവിനെ ഭഗവാൻ നന്നായിട്ടൊന്ന് ചൊടിപ്പിച്ച് വിട്ടു. ഇനി വരണത് കാളിയമർദ്ദനാണ്. ഇനി വരണത് അതിഗംഭീരമായിട്ട് ധേനുക വധം. ധേനുകനെ വധിച്ചിട്ടില്ല. അപ്പുറത്തൊരു താലവനം, നിറയെ കരിമ്പനകൾ നിൽക്കുന്ന ഒരു വനമുണ്ട്. അവിടെ ആ പഴങ്ങളൊക്കെ തിന്നാൻ ഇവരൊക്കെ പോവും, നല്ല പഴങ്ങൾ. അപ്പോഴാണ് ധേനുകൻ പറഞ്ഞൊരു അസുരൻ അവിടെ ഉണ്ട്. ഈ ബലരാമൻ പറഞ്ഞു നമുക്ക് പോവാം, അത് കുഴപ്പമൊന്നുമില്ല, അവനെ പേടിക്കാനൊന്നുമില്ല പറഞ്ഞ ഇവർ പോയി പഴങ്ങൾ പെറുക്കുമ്പോൾ ധേനുകൻ വരും. ആരെൻ്റെ ശക്തിയെ വില വയ്ക്കാതെ ഇവിടെ വന്നത് ചോദിക്കും. എന്തായാലും വേഗം മൂപ്പരുടെ പണി ബലരാമൻ കഴിച്ചു കൊടുക്കും. അതോടെ അത് കഴിഞ്ഞു, ആ ശല്യവും തീർന്നു. അപ്പോൾ ഈ കംസൻ്റെ അനുചരന്മാർ ഓരോന്നായിട്ട് അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ധേനുകനെ കൊന്ന കഥയൊക്കെ കേട്ടപ്പോൾ പറഞ്ഞു ഇനി നിങ്ങൾ കന്നിനെ മേയ്ക്കാനൊന്നും പോണ്ട, എവിടെ പോയാലും ആപത്താണ്, മിണ്ടാതെ വീട്ടിൽ കോട്ടി കളിച്ചിരുന്നോ പറഞ്ഞു, എവിടെയും പോണ്ടാവർ. ബലരാമൻ പറഞ്ഞത് കേട്ടു പാവം. കൃഷ്ണൻ അങ്ങനെയല്ല, കൃഷ്ണൻ നമ്മുടെ പാർട്ടിയാണ്, പറഞ്ഞാൽ കേൾക്കില്ല. പിറ്റേ ദിവസം പോയി. അങ്ങനെ പോയി നടന്ന് അവരൊരു നദിയുടെ തീരത്തെത്തി. അവിടെ ചെന്നപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേടൊക്കെ തോന്നി. അവിടെ വൃക്ഷങ്ങളൊക്കെ കരിഞ്ഞു നിൽക്കണു, പുല്ലൊക്കെ കരിഞ്ഞു നിൽക്കണു. അപ്പോൾ ഇവിടെ കന്നിനെ മേയ്ക്കാൻ പറ്റില്ല, തിരിച്ചു പോവുക. ഏതായാലും വന്നതല്ലേ വെച്ച് ദാഹിക്കണ ചെറുത്തിൽ വെള്ളം കുടിച്ചു. പശുക്കുട്ടികളൊക്കെ കുടിച്ചു, ഗോപക്കുട്ടികൾ വെള്ളം കുടിച്ചവരുടെ കഥ നടക്കണം. അവിടെ ഒക്കെ ചത്ത് മലച്ചു അവിടെ. അപ്പോൾ കൃഷ്ണൻ്റെ കാര്യം മനസ്സിലായി. ഇത് കാളിയൻ എന്ന് പറഞ്ഞൊരു പാമ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ, അവൻ്റെ വിഷം കൊണ്ടാണ് ഈ സംഭവം. 4 പുറം നോക്കിയപ്പോൾ ഒരു മരം മാത്രം അവിടെ പച്ചയായിട്ട് നിൽക്കുന്നു, ഒരു കടമ്പ വൃക്ഷം. അതിനെ ഈ വിഷം കിട്ടിയില്ല. കാരണം പണ്ട് ഗരുഡൻ അമൃതം കൊണ്ട് പോകുമ്പോൾ റെസ്റ്റ് എടുത്തത് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അത്രേ. അപ്പോൾ ആ ഒരു തുള്ളി അവിടെ അത് കാരണം അത് നശിച്ചിട്ട് അവിടെ നിൽക്കും. വേഗം കൃഷ്ണൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കടമ്പിൻ്റെ മുകളിൽ കയറിയിട്ട് നേരെ ഒരു ചാട്ടം, നേരെ കാളിയൻ്റെ അടുത്തേക്കാണ് ചെന്നു. കാളിയും വിചാരിച്ചു ഏതാണ് ഒരു പീക്കിരി ചെക്കൻ, കാളിയെന്ന് കേട്ടാൽ തന്നെ പേടിയാണ്. അവിടേക്കാണ് അത്ര ഞാൻ എന്ത് വരണം. എന്നിട്ട് വേഗം കാളിയൻ ആദ്യം വിചാരിച്ചു ഇതിനെ കളിപ്പിക്കാൻ വെച്ച് ഊതി നോക്കി, ഊതിയാലൊന്നും ഇത് പോകണില്ല. വാലോണ്ട് അടിച്ചു, അപ്പോഴും ചാടി അപ്പുറത്തേക്ക്. കുറച്ച് നേരം അങ്ങോട്ട് തട്ടിയപ്പോൾ ചെറിയ ഇതുകൊണ്ട് പോവില്ല മനസ്സിലായി. അങ്ങനെ വാലോണ്ട് ചുറ്റിങ്ങിട്ട് പിടിച്ചു. അപ്പോഴേക്ക് കുറച്ച് നേരം നമ്മളുടെ യുദ്ധമൊക്കെ കഴിഞ്ഞു. കാളിയിൽ നാണക്കടായി, കാരണം എത്ര പോകുന്നൊരു ചെക്കൻ എന്നെ വില വയ്ക്കാതെ വന്നു എന്നായില്ലേ. അപ്പോഴേക്ക് നേരെ സന്ധ്യയായി. പോയവരെ കാണാനില്ല, പരിഭ്രമിച്ചു. ഒരു ഗോപന്മാരും എല്ലാവരും കൂടി ഓടി വന്നു. ഈ കുട്ടികളൊക്കെ കുട്ടികളെപ്പോഴേക്ക് കൃഷ്ണൻ തന്നെ ഉണർത്തി. കൃഷ്ണൻ്റെ നോട്ടം കണ്ടപ്പോൾ ഇവരൊക്കെ നെയ്ച്ചിരുന്നു. കൃഷ്ണൻ പോയിരുന്നു, അങ്ങോട്ട് ഉള്ളിലേക്ക് പോയിരുന്നു, കാണാനില്ലേ പറഞ്ഞു. അപ്പോഴേക്ക് ഈ വാലോണ്ട് ചുറ്റിയിട്ട് പൊന്തിച്ചു കാളിയൻ കൃഷ്ണൻ. നോക്കിയപ്പോൾ ഇവർ വരുമ്പോൾ നോക്കുമ്പോൾ കൃഷ്ണൻ ആ വാലിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കണം. ഇവരൊക്കെ ആകെ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ കൃഷ്ണൻ വേഗം പണ്ട് അഘാസുരൻ്റെ വയറ്റിൽ കയറിയപ്പോൾ ചെയ്ത പോലെ ശരീരം അങ്ങോട്ട് വലുതാക്കി കാളിയന് തൻ്റെ ദേഹം ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നു തോന്നിയപ്പോൾ വിട്ടു. അങ്ങനെ ഒരൊറ്റ ചാട്ടത്തിന് കാളിയൻ്റെ പരത്തിൻ്റെ പത്തിൻ്റെ മുകളിലോട്ട് കയറി. 1000 പണങ്ങളാണ്. അങ്ങോട്ട് തുടങ്ങി അതിഗംഭീരമായിട്ടുള്ള നർത്തനം അങ്ങോട്ട് തുടങ്ങി. ഇത് കാണാൻ വേണ്ടി ആകാശത്ത് ദേവകളും ഋഷിമാരും ഗന്ധർവന്മാരും ഒക്കെ ഗംഭീരമായിട്ട് വന്നു നിന്നു എന്ന് പറയാണ്. അത് അതിഗംഭീരമായിട്ടുള്ള വർണ്ണനയാണ്. മേൽപ്പത്തൂര് പറയുന്നുണ്ട് അധവാരിണി ഘോരതരം ഭണിനം പ്രതിവാരയിതും കൃതധീർ ഭഗവൻ
ദ്രുതമാരിധതീരകനീപതരും വിഷമാരുതശോഷിതപർണചയം അധ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിതഭ്രമിതോദരവാരിനിനാദഭരൈ ഉദകാദുദകാദുരഗാധിപതിസ്ത്വതുബാന്ധമശാന്തരുഷാന്തമന. രണ്ടെണ്ണം മതി സാമ്പിള്, പിന്നെ നിങ്ങൾ പോയി വായിച്ചോളൂ. ഇങ്ങനെ കിട്ടും ഗംഭീരമായിട്ട് നൃത്തം കിട്ടി തുടങ്ങി. ഒരു പണത്തിൽ ചാടുക, അടുത്തേലേക്ക് ചാടുക, അടുത്തേലേക്ക് ചാടുക, ചാടി ചാടി എല്ലാ ഭണത്തുനിന്നും വിഷം ഛർദ്ദിച്ച് അത് കഴിഞ്ഞ് ചോര ഛർദ്ദിക്കാൻ തുടങ്ങി. കാളിയൻ്റെ ശക്തിയൊക്കെ ക്ഷയിച്ച് മരിക്കുന്നുള്ള ഘട്ടം എത്തിയപ്പോൾ എല്ലാ പത്നിമാരൊക്കെ കൂടി ഓടി വന്നു. ഭർത്തൃഭിക്ഷ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഭഗവാനോട്. ഇത് ഗംഭീരമായിട്ടുള്ള വർണ്ണനുണ്ട്. എന്തിനാ അങ്ങപ്പോൾ ഭഗവാൻ ഉപദ്രവിക്കണം? അങ്ങയുടെ സൃഷ്ടി തന്നെയല്ലേ ഞങ്ങളൊക്കെ. ഈ വിഷം എവിടുന്നേ വന്ന് അങ്ങ് കൊടുത്തു തന്നെയല്ലേ, സ്വയം ഉണ്ടാക്കിയതല്ലോ. അങ്ങനെയല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം കാളീൻ്റെ എല്ലാ അഹങ്കാരവും തീർന്നു എന്നായപ്പോൾ ഭഗവാൻ പടത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന്, എന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത്, രമണക ദ്വീപിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ ഗരുഡനെ പേടിച്ചിട്ടാണ് ഞാൻ എവിടെയും പോവാത്തത്, എവിടെ പോയാലും ഗരുഡനെ കൊന്നു തിന്നും, പേടിക്കണ്ട, എൻ്റെ കാൽപ്പാദം എൻ്റെ ശിരസിലുള്ളതുകൊണ്ട് ഗരുഡൻ തന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞയച്ചു. പിന്നെ ഈ കാളീൻ്റെ കഥ പറയുകയാണ്. കാളിയൻ ഗരുഡന് സർപ്പങ്ങളാണ് ഭക്ഷണം. അപ്പോൾ കാളീനൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഞാൻ മോശം, ഗരുഡൻ അത്ര കേമന വെച്ചാൽ ഞാനും മോശമൊന്നുമല്ല, വാസുകി വലിയ ആളാണ്, അനന്തൻ വിഷ്ണുവിൻ്റെ ശയനാണ്, ഒക്കെ നമ്മുടെ പാർട്ടിയാണ്, അപ്പോൾ നമ്മൾ ഗരുഡനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ഹവിസ് കൊടുക്കുന്നത് കാളിയെ മുടക്കി, മാത്രമല്ല ഹവിസ് കാളിയും ഭക്ഷിക്കാനും തുടങ്ങി. അപ്പോൾ ഗരുഡൻ വന്ന് അടിച്ചങ്ങോട്ട് ശരിയാക്കി, പേടിച്ച് എവിടേക്കാണ് പോടുക നിശ്ചയില്ലാതെ പണം. ഒരു കാളിന്ത്യയിൽ ഒരു പണ്ട് മഹർഷി ശപിച്ചിട്ടുണ്ട്, ഒരു മീനിനെ പിടിച്ച് ഗരുഡൻ പോകുമ്പോൾ വെള്ളം തെറിച്ചു. അപ്പോൾ ശപിച്ചു, നീ ഇവിടെ വന്നാൽ നിൻ്റെ പണി കഴിയുന്നു. അവിടെ പോയി ഒളിച്ചതാണ് കാളിയൻ. അവിടെ പോയി ഒളിച്ചു. അങ്ങനെ കഴിയുമ്പോഴാണ് ഈ കൃഷ്ണൻ്റെ വരവും ഈ മർദ്ദനമൊക്കെ ഉണ്ടായി. എന്തായാലും